അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹബിഹി അജ്മഈൻ അമ്മാ ബഅദ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാനപ്പെട്ട ഹാജിമാരെ, ഹജ്ജുമ്മമാരെ, വേദിയിലുള്ള നമ്മുടെ പണ്ഡിതന്മാരെ, ഇപ്പോൾ ഈ വർഷത്തെ ഹജ്ജിൻ്റെ 2025 ഹജ്ജിൻ്റെ അപേക്ഷ ആരംഭിച്ചിട്ടുണ്ട്. എല്ലാവരും ഹജ്ജിന് പോകാൻ വേണ്ടി നിങ്ങളെ കുടുംബത്തിലും കൂട്ടത്തിലുള്ളവരെല്ലാം പ്രോത്സാഹപ്പെടുത്തുകയാണ് അതിൽ നിങ്ങളോട് ആദ്യമായി ഉണർത്താനുള്ളത്. അതിന് സാമ്പത്തികം എന്ന് വെച്ചാൽ കടമില്ലാത്ത ആൾക്കാരെല്ലാം പ്രോത്സാഹിപ്പിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇപ്പോൾ 9-ാം തീയതി വരെയാണ് ഹജ്ജിന് അപേക്ഷ കൊടുക്കേണ്ട സമയം. അടുത്ത മാസം 9-ാം തീയതി വരെ ഓൺലൈനിലായിട്ട് ഫ്രീ ആയിട്ടാണ് അപേക്ഷ കൊടുക്കുന്നത്. നിങ്ങൾക്കറിയാലോ. അത് ഇനിയിപ്പോൾ കൊടുത്തിട്ട് നമുക്ക് പോകാൻ പറ്റിയില്ലെങ്കിൽ ക്യാൻസൽ ചെയ്യുക. അതിന് നമുക്ക് നഷ്ടമൊന്നുമില്ല. ആർക്കെങ്കിലും പോകാൻ പറ്റാത്ത ആളുണ്ടെങ്കിൽ ക്യാൻസൽ ചെയ്യുന്നതിന് പ്രയാസമില്ല. ഇപ്പോൾ 5 പേര് കൊടുത്ത് അല്ലെങ്കിൽ 4 പേര് കൊടുത്ത് 2 പേർക്കേ സാമ്പത്തികം ഉള്ളൂ, അപ്പോൾ 2 പേർക്ക് പോവാം, 3 പേർക്ക് ക്യാൻസൽ ചെയ്യാം. അങ്ങനെ അല്ലെങ്കിൽ 1 പേർക്കാണ് ഒരാൾക്കാണ് ഭാര്യയും ഭർത്താവും കൊടുത്ത് ഭാര്യയ്ക്കും ഭർത്താവിനും കൊടുത്തതിന് ശേഷം സാമ്പത്തികമായി അന്നേരം ആയില്ല എങ്കിൽ 2 പേർക്കും ക്യാൻസൽ ചെയ്യാം. അല്ല എങ്കിൽ ഒരാൾക്ക് ക്യാൻസൽ ചെയ്തിട്ട് ഒരാൾക്ക് പോവാം. അങ്ങനൊരു ഗവൺമെൻറ്റിൽ കൊടുക്കുന്ന സമയത്ത് അങ്ങനൊരു സൗകര്യമുണ്ട്. അതുകൊണ്ട് എല്ലാവരും കുടുംബത്തിലുള്ളവരെയും സുഹൃത്തുക്കളെയെല്ലാം ഹജ്ജിന് അപേക്ഷ കൊടുക്കാൻ വേണ്ടിയിട്ട് പ്രോത്സാഹിപ്പിക്കുക. കഴിഞ്ഞ പ്രാവശ്യമെല്ലാം അങ്ങനെ കൊടുത്തിട്ട് അവസാനം പോകുന്ന സമയത്ത് സാമ്പത്തികമായി അവർക്ക് ലഭിക്കുകയും അവർക്ക് ഹജ്ജിന് പോകാൻ പറ്റുന്ന അവസരം ലഭിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇനി അവസാനം നമുക്കൊരു സാമ്പത്തികം വന്ന് അന്നേരം അപേക്ഷ കൊടുക്കണമെന്ന് പറഞ്ഞെങ്കിൽ പിന്നെ ഗവൺമെൻറ്റിൽ കൊടുക്കാൻ പറ്റിയില്ല. അതുകൊണ്ടാണ് പ്രൈവറ്റിൽ പോകാൻ ആഗ്രഹിക്കുന്നവരും ഗവൺമെൻറ്റിൽ പോകാൻ ആഗ്രഹിക്കുന്നവരും ഇപ്പോൾ ഗവൺമെൻറ്റിൽ അപേക്ഷ കൊടുത്തു വെക്കുക. നമ്മളെ സാഹചര്യം എങ്ങനെയാണോ വരുന്നത്, പ്രൈവറ്റിൽ പോകാൻ ഉദ്ദേശിക്കുന്നവർക്ക് പ്രൈവറ്റിൽ പോകാൻ, നേരം ഗവൺമെൻറ്റിലുള്ളവർക്ക് ക്യാൻസലാക്കാം. അതിന് സാമ്പത്തിക നഷ്ടമൊന്നുമില്ല. ഇനി അഥവാ പ്രൈവറ്റിൽ സീറ്റ് ഫുള്ളായി എവിടെയും കിട്ടിയില്ല എന്നാൽ ഗവൺമെൻറ്റിൽ പോവാം. അങ്ങനെയുണ്ട്. ഇപ്പോൾ 10 മാസം എല്ലാം കഴിഞ്ഞിട്ടാണ് ഇനിയിപ്പോൾ ഹജ്ജ് വരാൻ പോകുന്നുള്ളത്. ആ സമയത്ത് എങ്ങനെയായിരിക്കും സാമ്പത്തികം നമുക്കറിയില്ല. അതുകൊണ്ട് ഒരു ചെറിയ ചാൻസ് ഉള്ളവർ വരെ അപേക്ഷ കൊടുത്തു വെക്കാം. അപേക്ഷ കൊടുത്തിട്ട് ഇപ്പോൾ ആരോടും പറയണ്ട ഞാനിങ്ങനെ ഹജ്ജിന് അപേക്ഷ കൊടുത്തിട്ടുണ്ട്, ഞാൻ ഇൻഷാ അല്ലാഹ് ഞാൻ പോകുന്നത് ആഗ്രഹിക്കുന്നതെന്നൊന്നും പറയണ്ട. മുണ്ടാണ്ടേക്ക് അപേക്ഷ കൊടുത്തിട്ട് എന്നിട്ട് എന്ത് ചെയ്യുന്നത് വെച്ചാൽ അവസാനം നമുക്ക് പൈസ എല്ലാം കിട്ടുന്ന സമയം കെട്ടി നമുക്ക് പോകാനാവുന്ന ഒരു 90% ഉറപ്പായതിനു ശേഷം ആൾക്കാരോടും ബന്ധുക്കളോടെല്ലാം പറഞ്ഞാൽ മതി. അല്ലെങ്കിൽ നമുക്ക് അപേക്ഷ കൊടുത്തതും അറിയില്ല, ആക്കിയതും അറിയില്ല. അതിനെല്ലാവരും വേണ്ടി അവരവരെ ബന്ധത്തിലും പ്രോത്സാഹിപ്പിക്കുകയാണ് വേണ്ടത്. രണ്ടാമത്തൊരു കാര്യം, ഈ വർഷം പോയി കുറച്ച് പേർക്കെല്ലാം പ്രയാസങ്ങളുണ്ട്. ഒരുപാട് പേര് നല്ല അഭിപ്രായങ്ങളാണ് ഗവൺമെൻറ്റിൽ പോയതിനെ പറ്റിയിട്ട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ 1-2 പേര് നമ്മളെ ബന്ധപ്പെട്ടപ്പോൾ നമ്മൾ ഹജ്ജ് കമ്മിറ്റിക്ക് നിങ്ങളെ നിർദ്ദേശങ്ങൾ ഒന്നുകിൽ മെയിലായിട്ട് അല്ലെങ്കിൽ പിന്നെ എഴുതിയിട്ട് കേരള സ്റ്റേറ്റ് ഹജ്ജ് കമ്മിറ്റിക്ക് ഉണർത്തുകയാണ് വേണ്ടത്. എന്തെല്ലാണ് പിന്നെ നിങ്ങൾക്ക് അവിടെ പ്രയാസങ്ങൾ ഉണ്ടായത് അത് മുഴുവനും നമ്മളെ ബാധ്യതയാണ്. അവരെ ശ്രദ്ധയിൽപ്പെടുത്തുകയും അത് വേണ്ടത്തേക്ക് എത്തിക്കുകയും എന്നിട്ട് അതിന് പരിഹാരമുണ്ടാക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. അല്ലാതെ ഇങ്ങനെ ആയല്ലോ അത് നമ്മളാരെയും പിന്നെ ഇതുകൊണ്ട് നമ്മളെ ഈ ഇവിടെയുള്ള ഹജ്ജ് ട്രെയിനർമാരെയോ അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട് സഹായിക്കുന്നവരുടെയോ ഇടപെടലല്ല. ശരിക്കും നമുക്കത് ആ കാര്യത്തിലൊന്നും ചെയ്യാൻ പറ്റില്ല. അവിടെ എങ്ങനെ വരുന്നുണ്ട് എന്നുള്ളത് നമുക്കറിയില്ല. ഈ വർഷം മാത്രമാണ് അങ്ങനൊരു പ്രയാസം ചില ഹജ്ജുമ്മമാർക്ക് ചില ഫ്ലൈറ്റിൽ പോയ ആൾക്കാർക്ക് നേരിടേണ്ടി വന്നത്. എല്ലാവർക്കും ഇല്ല, നമ്മൾ ഒരുപാട് ആൾക്കാരോട് ചോദിച്ചിട്ടുണ്ട്. ബാക്കിയുള്ളവർക്കെല്ലാം നല്ല അഭിപ്രായമാണ്. 1-2 ഫ്ലൈറ്റിൽ പോയവർക്ക് പ്രയാസങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ട്. അതുകൊണ്ട് ആ പ്രയാസം നേരിട്ടവർ അത് ഹജ്ജ് കമ്മിറ്റിയെ രേഖാമൂലം നിങ്ങൾ ഒരു ലെറ്ററായിട്ടോ അല്ലെങ്കിൽ ഇമെയിലായിട്ടോ ഹജ്ജ് കമ്മിറ്റിക്ക് അറിയിച്ചാൽ വളരെ ഉപകാരമാണ്. അതവരെ വേണ്ടപ്പെട്ട മേലെ ഹജ്ജ് കമ്മിറ്റി ഓഫ് ഇന്ത്യയുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയും അവർ അതിന് വേണ്ട ഉചിതമായ നടപടി ഇനി അടുത്ത പ്രാവശ്യം പോകുന്നവർക്ക് ആ പ്രയാസങ്ങൾ ഇല്ലാതാവാൻ വേണ്ടി സഹായിക്കുന്നതായിരിക്കും. അതിനും കൂടി നിങ്ങൾ പിന്നെ മുന്നോട്ട് വരണം. പിന്നെ വേറൊന്നുമില്ല, അൽഹംദുലില്ലാഹ് എല്ലാം ഭംഗിയായി കഴിഞ്ഞു. എല്ലാവരും ഇനി ഈ ക്ലാസ് കേട്ട അതുപോലെ മുമ്പോട്ടുള്ള ജീവിതം നന്നാക്കി പോകണം എന്നാണ് വിനീതമായി അഭ്യർത്ഥിക്കാനുള്ളത്. ഇനി എന്തെങ്കിലും നിങ്ങൾക്ക് അപേക്ഷയായിട്ട് ബന്ധപ്പെട്ട ഇതുണ്ടെങ്കിലും മൗലവിയിൽ ഗവൺമെൻറ്റിൽ കൊടുക്കാനോ പ്രൈവറ്റിൽ കൊടുക്കാനോ ഉദ്ദേശിക്കുന്നവർ
മൗലവി ട്രാവൽസിൽ വന്നാൽ രണ്ടിനും ഒരുപോലെ അവർ സഹായിക്കുകയും സംശയങ്ങൾ നിവാരണം ചെയ്യുകയും ചെയ്തു തരുന്നുണ്ട്. അതിനുള്ള സൗകര്യങ്ങളെല്ലാം മൗലവി ട്രാവൽസിൻ്റെ മേലെയും താഴെയായിട്ട് എല്ലാ സജ്ജീകരണങ്ങളും ചെയ്തിട്ടുണ്ട് അപേക്ഷ സ്വീകരിക്കാൻ. അത് ഗവൺമെൻറ്റിലും പ്രൈവറ്റിലായാലും രണ്ടിനും അവർ അവിടെ തയ്യാറെടുപ്പുകൾ ചെയ്തിട്ടുണ്ട്. അത് പരമാവധി പ്രയോജനപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാ സാലിയായ സൽക്രമങ്ങളും അള്ളാഹു സ്വീകരിക്കട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് നിർത്തുന്നു. വാഹിർ ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.